നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? 1.5 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്താത്താൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ട് 1.5 കിലോക്ക് എത്ര ഉള്ളി വേണം? 7 ഉള്ളി വേണം കേട്ടോ. അപ്പോൾ വലിയ സവാള ഒരു 7 എണ്ണം ആണ് എടുക്കുന്നത്. അപ്പം തക്കാളി ഒരു 6 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം 1.5 കിലോ ബിരിയാണിക്ക് 6 തക്കാളിയും കൂടി, ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. 1.5 കിലോ ചിക്കനാണ്. അപ്പം 1.5 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1.5 കിലോ ചിക്കനും കൂടി എടുക്കേണ്ടതുണ്ട്. അപ്പം 1.5 കിലോ ചിക്കൻ, 1.5 കിലോ അരി എന്ന അളവിലാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. മാറ്റി അപ്പം അണ്ടിയും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കൂടി അതേപോലെ ഒന്ന് വറുത്തെടുക്കുന്ന ഒരു ശീലം കേട്ടോ താത്ത സ്പെഷ്യൽ ബിരിയാണിക്ക്. അണ്ടിയൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചാൽ അത് ഫുള്ളായിട്ടൊന്നും തിരിക്കൂല കേട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ അണ്ടിയും മുന്തിരിയും വറുത്ത് വെച്ചതിൻ്റെ കൂടെ ഉള്ളിയും ഒന്ന് വറുത്തെടുത്തതാണ്. അപ്പം ഇത് മസ്റ്റായിട്ടും താത്ത ചെയ്തിരിക്കും. ഞാനൊന്നും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. പക്ഷെ താത്താക്ക് സ്പെഷ്യലായിട്ട് ഇങ്ങനെ ചെയ്തിട്ടേ ബിരിയാണി ഉണ്ടാക്കിയ തൃപ്തിയാവുള്ളൂ. അതിനായിട്ട് ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഉരുളി വെച്ചിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചില്ലേ, ആ ഓയിലും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഉരുളിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ടാൽ പെട്ടെന്ന് വേവും എന്നാണ് പറയുന്നത്. അപ്പം അത് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് താത്ത ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പം 3 വലിയ വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഒരു 3 വലിയ പീസ് ഇഞ്ചിയും കൂടി ഉണ്ട്. പിന്നെ പച്ചമുളകാണ്, അതും ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. അപ്പം അതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണ്? ചെറുനാരങ്ങ നീരാണ്. അപ്പം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് 2 ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തതാണ്. ചെറുനാരങ്ങ. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ എന്താണ്? മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചിക്കൻ മസാലയാണ്. സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ലേശം തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയില, കറിവേപ്പില, പിന്നെ എന്തായിരുന്നു, പുതിന, എല്ലാം കൂടി 3 ഇലകളും കൂടി മിക്സ് ചെയ്തിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ചിക്കനിൽ എല്ലാ ഭാഗത്തും മസാല പിടിക്കാനായിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ അതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇറച്ചിയൊക്കെ ഇതാ നല്ലോണം വെന്തോണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തിരി നീരൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നീര് വെച്ചതായിരുന്നോ ഇതില്? ഇറച്ചിയിൽ നിന്ന് വരുന്ന നീരാന്നാ പറയുന്നത്. അപ്പം അത് നല്ലോണം ഒന്ന് വെന്ത് വരികയാണ്. അപ്പം ഒന്നും കൂടി അടച്ച് മൂടി വേവിച്ചെടുക്കുന്നുണ്ട്. 1.5 കിലോ നല്ല എന്തരിയാണിത്? നല്ല നെയ്ച്ചോറ്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കാണ്. വെള്ളത്തിൽ വേറെ എന്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എന്താണ്? ഏലക്കായും കറകപ്പൂവ്, കറകപ്പട്ട, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടണോ? ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പും ഇട്ടിട്ടുണ്ട്. ഞാനൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറ് പോലെ വറ്റിച്ചെടുക്കലാണ്. അപ്പം താത്താൻ്റെ സ്പെഷ്യൽ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ചോറ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ചെമ്പട്ടിയിൽ അരിയൊക്കെ ഇട്ട് വേവിക്കാം. ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പം ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നല്ല കറക്റ്റ് വേവിന് തന്നെ എടുത്തണേ. അപ്പം ഇതാ 2 കൊട്ടക്കൈയിലൊക്കെ വെച്ചിട്ടാണ് ഊറ്റുന്നത്. മസാലയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടി, മുന്തിരി, സവാള എല്ലാം കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ചോറ് ഇട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 6 kg നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെ മുകളിൽ അങ്ങനെ ഓരോ ലെയറുകളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ നല്ല സെറ്റ് ആക്കിയിട്ട് ഒന്ന് ദമ്മിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കത്തിക്കുന്നുണ്ട്. മൂടൂടെ ഒന്ന് ദമ്മിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അടുപ്പിൽ ചെറുതായിട്ടൊന്ന് കത്തിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ കണലും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് ദമ്മിട്ട് എടുക്കുന്നതാണ്. മതിയാ. അപ്പൊ ആ ഇത്താത്ത വിളമ്പൽ എങ്ങനെ ചോറ് ചോറ് എങ്ങനെ ആദ്യം മസാലയും ഇത് ഒന്നിക്കോ? സെപ്പറേറ്റ് ആയിട്ടാ? അപ്പൊ താത്തന്റെ സ്പെഷ്യൽ ഇങ്ങനെയാണ്. ചോറ് വേറെ, മസാല വേറെ. ഞാനൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യലാണ്. ചോറ് കോരിയതിന് ശേഷം അടിയിലുള്ള മസാലയാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ താത്ത സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.